ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. എനിക്ക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് സോണിയ ഷിബു ജോർജ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ്. ഇന്നലെ ഞാൻ സോണിയയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഒരു ലൈവ് ഞാൻ കണ്ടിരുന്നു. ആ ലൈവ് എടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആ ലൈവിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സോണിയയുടെയും ഷിബു ജോർജിൻ്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. പിന്നെ ആ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബു ജോർജ് ഒരു അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിട്ടുണ്ടായിരുന്നു ഒരു അപകടത്തിൽ. അത് ഇങ്ങനെയാണ് ആക്സിഡൻ്റ് ആയെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മുകളിൽ നിന്ന് വീണു, ഇല്ലെങ്കിൽ ആരൊക്കെ എന്തോ ചെയ്തു. കാരണം കുറച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു ജീവിതം പകുത്തു കൊടുക്കാനായിട്ട് സോണിയ തയ്യാറാവുകയായിരുന്നു. ആ ഒരു കല്യാണം സോഷ്യൽ മീഡിയയിലും മനോരമ പേപ്പറിൻ്റെ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. മനോരമ പേപ്പറിലും ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട്. മാരേജ് ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ദാമ്പത്യം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷിബു ജോർജിൻ്റെ തനി സ്വഭാവം സോണിയ അറിയുന്നത്. അതായത് പരസ്ത്രീ ബന്ധം പുലർത്തുക എന്ന് പറയില്ലേ, അതായത് നോർമലായി ഇരിക്കുമ്പോൾ തന്നെ ആൾ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഈ ആരാണോ ഹലോ ഹായ് എന്ന് മെസ്സേജ് അയച്ചത് അവർക്ക് ഷിബു ജോർജ് മെസ്സേജ് അയക്കാൻ തുടങ്ങും. ഹായ്, സുഖമാണോ, എന്താണ് വിശേഷം, എവിടെയാ വീട്, അങ്ങനെ. അപ്പം നോർമലായിട്ട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഫോട്ടോ കാണിക്കോ, വീഡിയോ കോൾ വരുമോ, സംസാരിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഒരുമ്പിട്ട് നിന്നിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സോണിയയുടെ ഒരു ലൈവ് വരികയാണ്. ആ ലൈവ് ഒരു 7-8 മിനിറ്റ് കാണും. അപ്പോൾ ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ സോണിയ തുറന്നു പറയുന്നത്. കാരണം സോണിയ നേരത്തെ ഒരു ജീവിതം ഉണ്ടായിരുന്നു സോണിയയ്ക്ക്. പക്ഷേ ആ ജീവിതവും ഫെയിലിയർ ആണ്. ഒരു ഡിവോഴ്സ് കഴിഞ്ഞു. അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുകയാണ്. എന്തായാലും എല്ലാം ഉള്ളവരെ സ്നേഹിക്കുന്നതിനെക്കാട്ടിയും, അല്ലെങ്കിൽ എല്ലാം ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിയും നല്ലത് അവർക്കൊരു തുണയായി ജീവിക്കാൻ ആയിട്ടായിരുന്നു ആ സോണിയ നിന്നുണ്ടായിരുന്നത്. ഈ നിങ്ങൾക്കറിയാലോ, അരയ്ക്ക് കീഴ്പോട്ട് പോയ എന്താ പറയുക, ശേഷിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് തളർന്ന ആളുകൾക്ക് എന്തൊക്കെ ആവശ്യം വരും. മലമൂത്ര വിസർജനം പോലും സ്വയം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് സോണിയ എല്ലാത്തിനും, ഒരാളുടെ മാത്രമല്ല, അവരുടെ ഷിബു ജോർജിൻ്റെ അമ്മയുടെ അടക്കം പരിപാലിക്കുകയാണ്. അതായത് ഇത് വേറൊരു അമ്മയല്ല, എൻ്റെ അമ്മയാണ് എന്നുള്ള രീതിയിലായിരുന്നു സോണിയ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭർത്താവ് ചതിക്കാന്ന് പറയും. തളർന്ന് കിടന്നിട്ടും അന്യ സ്ത്രീകളോടുള്ള ഈ കൊഞ്ചലുണ്ടല്ലോ, അത് ഏതൊരു ഭാര്യയും സഹിക്കില്ല. എന്തായാലും സോണിയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പേര് സോണിയ. ഞാൻ തൃശ്ശൂർ ചേർപ്പിലാണ് താമസിക്കുന്നത്. 15 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച ഒരാളാണ്. വിവാഹ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നുമല്ല വിവാഹത്തിന് ശേഷം അയാൾ എന്നോട് കാണിച്ചത്. അയാളെ നോക്കാൻ ആരുമില്ല, അയാളുടെ അനിയനും പെങ്ങളും സ്വത്തിന് വേണ്ടിയിട്ടാണ് ആളെ നോക്കാതിരിക്കുന്നത്, ഇവിടെ ഒരു വേലക്കാരി മാത്രമേ ഉള്ളൂ, അയാളുടെ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത്. അല്ലാതെ അയാൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എല്ലാ സ്ത്രീകളോടും പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എനിക്ക് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ വീട് വാടകയ്ക്ക് എടുക്കാനില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അയാൾ എല്ലാവരോടും പറയുന്നത് അതാണ്. ഇപ്പോൾ ആള് എനിക്കെതിരെ ഞാൻ ആളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യാത്തത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന്. ഒരിക്കലുമല്ല. ചേർപ്പിലെ CA SI പോലുള്ള പല പോലീസുകാർക്കും ആളുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ മനസ്സിലായത് കൊണ്ട് മാത്രം, അല്ലാണ്ട് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരും അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നിയമമൊന്നും അല്ല. അവരൊക്കെ നല്ലൊരു മനുഷ്യന്മാരാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇയാള് 15 വർഷത്തിന് മുമ്പേ ഈ ചേർപ്പിലുള്ള പല വീടുകളിലും സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് ഇയാളെ രാത്രിയിൽ വീടുകളിൽ നിന്ന് പിടിച്ച് അടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വിവാഹത്തിന് ശേഷം അറിഞ്ഞിട്ട് പോലും ഞാൻ അയാളുടെ കൂടെ ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ് ആൾ ഈ വൃത്തികേടൊക്കെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആളെന്നോട് പറഞ്ഞത് ആളെ ഇങ്ങനെ ആക്കിയേക്കുന്നത് അയാളുടെ പാർട്ടി പ്രവർത്തകരാണ് എന്നാണ് പറഞ്ഞത്. ആ ഒരു വ്യക്തി
ഈ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ പോലും പത്രത്തിലൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ആ സ്ത്രീയുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടി ആ സ്ത്രീനെ 3 വർഷത്തോളം ഉപയോഗിച്ചു എന്നൊക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു. അവസാനം അവരുടെ ഭർത്താവ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തതും ഒക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടും ഞാൻ ഇയാളുടെ മലമൂത്ര വിസർജനം അയാളുടെ അമ്മയുടെയും ഒക്കെ കോരി വൃത്തിയാക്കിയ എനിക്കെതിരെ ഈ മനുഷ്യൻ ഈ നാട്ടുകാരോട് ഞാൻ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴാണ് നാട്ടുകാർ പറയണത്. ഞാൻ അത്രയും മോശമായ സ്ത്രീയാണ്, ആണുങ്ങളുടെ കൂടെ പോകുന്ന സ്ത്രീയാണ്. എന്തൊക്കെ വൃത്തികേടാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. ഇയാൾക്ക് മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ ആള് തന്നെ എല്ലാവരോടും പറയും എൻ്റെ ഭാര്യയ്ക്ക് മെൻ്റലാണ്. എന്തിനാണ്? താൻ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ. ഇനി ഒരിക്കലും ഒരു സ്ത്രീകളെയും ഇങ്ങനെയുള്ളവർ പറ്റിക്കരുത്. അയാൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി, അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ട് കൊല്ലാൻ നോക്കി എന്ന് പറയണേ. ഒരിക്കലും സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇറാഖിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ ഫസ്റ്റ് മാരേജിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തളർന്നൊരു വ്യക്തിയായാലും മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിവാഹത്തിലേക്ക് പോയത്. പക്ഷെ ഇയാളുടെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ വിവാഹബന്ധത്തിൽ നിന്ന് വേണ്ടാന്ന് വരെ വെച്ച് മാറിയതാണ്. പക്ഷെ ഇയാൾ സ്ഥിരം എന്നെ നോക്കാൻ ആരുമില്ല, വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചു. പക്ഷെ ഒരിക്കലും വിവാഹത്തിന് മുമ്പ് ഇയാൾക്ക് ഈ വൃത്തികെട്ട രീതിയിലുള്ള ബന്ധങ്ങളുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇയാളിങ്ങനെ തെറി വിളിക്കലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഞാൻ അതൊക്കെ ക്ഷമിച്ചു പോയതാണ്. വിവാഹത്തിന് ശേഷമാണ് ഇയാൾ ഇത്രയും മോശക്കാരനാണെന്ന് അറിഞ്ഞത്. എന്നിട്ടും ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ ഇയാൾ 2-3 ആഴ്ച മാത്രം എന്നെ യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് അടുത്ത സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആള്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഞാൻ ആ മനുഷ്യനെ നോക്കിയ വ്യക്തിയാണ് 2.5 വർഷത്തോളം. എന്നിട്ട് എന്നെ ആ ആള് തന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചു. ദൈവത്തെ ഓർത്തിട്ട് ഇനി ആർക്കെങ്കിലും ഒരു വികലാംഗനെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴിയോ ഏതെങ്കിലും ഒരു ആൾക്കാർ വഴിയോ ഒക്കെ അന്വേഷിച്ചിട്ട് വിവാഹം കഴിക്കണം. ദൈവത്തെ ഓർത്തിട്ട് എന്നെ പോലുള്ള സ്ത്രീകൾ ഇനിയും ഇതേപോലുള്ള ചതികളിൽ വന്ന് വീഴരുത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സോണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും സോണിയ എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല. അതായത് തളർന്നിരിക്കുന്ന എത്രയോ ആൾക്കാരെ പരിചയമുണ്ട്. എനിക്കടക്കം പരിചയമുണ്ട്. ഈ പേപ്പർ പേന ചെയ്യുന്ന നമ്മളുടെ ഗോപിച്ചേട്ടനെ എനിക്കറിയാം. ചിറ്റൂര് ഗോപിച്ചേട്ടൻ എന്ത് ഭംഗിയായിട്ട് ആ ഭാര്യനെയും മക്കളെയും കൊണ്ട് നടക്കണം എന്നറിയോ. അങ്ങനെ വേണം. പക്ഷേ എല്ലാത്തിനും മുകളിൽ ഒരു ദൈവമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എന്തായാലും ഉണ്ടാവും. പിന്നെ എത്ര തന്നെ പൈസയുടെ ഹുങ്ക് ഉണ്ടെങ്കിലും എത്ര തന്നെ എന്താ പറയുക നമുക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് എത്ര തന്നെ ഉണ്ടെങ്കിലും മനസാക്ഷി എന്നൊരു സാധനമുണ്ട്. അതിനൊരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവം പിന്നെന്നല്ല അപ്പോഴേ നമുക്ക് കിട്ടും എല്ലാത്തിനുള്ള മറുപടി. നമ്മൾ എന്തൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനുള്ള ശിക്ഷ നമുക്ക് അപ്പം തന്നെ കിട്ടും. കാരണം സോണി നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിത്വത്തിന് ഉടമയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സോണിയുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത്. കാരണം ഞാനത് ഇവിടെ വെക്കുന്നില്ല. കാരണം ഒരുപാട് ആയല്ലോ വീഡിയോ. ഇതന്നെ ഒരു 7 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലാണ് നമ്മുടെ വീഡിയോ. എത്ര പേര് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയില്ല. സത്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം വീഡിയോ കയറിപ്പോകും അല്ലെങ്കിൽ എത്രത്തോളം ഈ വീഡിയോ ഷെയറായി സോണിക്ക് ഒരു നീതി കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ആളെ കുറിച്ചൊരു വീഡിയോ ചെയ്തത് സോണിക്കൊപ്പം നിൽക്കാനാണ് എനിക്ക് മനസ്സുള്ളത്. കാരണം ഒന്നാമത് കാലിന് ശേഷിയില്ലാത്തൊരു വ്യക്തി ആളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നട്ടെല്ലായി നിന്ന സോണിയ ഇപ്പോൾ അയാളുടെ കൂടെ അല്ല. അപ്പം എത്രത്തോളം അവസ്ഥപ്പെട്ടിട്ടായിരിക്കും ഇനി അയാൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനിയാണ് അയാൾ പഠിക്കാൻ പോകുന്നത്. അപ്പം എത്ര തന്നെ ഹോം നേഴ്സിനെ വെച്ചാലും ഒരു മനസാക്ഷി എന്നൊരു ഇതുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു നീതി എന്തായാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ദൈവത്തിൽ നിന്നും എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. നന്ദി, നമസ്കാരം.